Yo guys, welcome back to another brand new video. സോ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് യൂറോ യു എസ് ഡിയുടെയും അതുപോലെ GBP USDയുടെയും ഈ വീക്കിലേക്കുള്ള അനാലിസിസ് ആണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് യൂറോ യു എസ് ഡിൻ്റെ ഒരു ഡെയിലി ടൈം ഫ്രെയിം മുതൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ യൂറോ യു എസ് ഡിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ്ലി നമ്മളൊരു അപ് ട്രെൻഡിലാണ് ഡെയിലി ടൈം ഫ്രെയിമിലുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് ലെവലുണ്ട്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു വീക്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് കാണാൻ പറ്റും. റീസെൻ്റ്ലി മാർക്കറ്റ് ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു സപ്ലൈ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്യണം, ആ ഒരു ഏരിയയിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്യാത്ത ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പ് താഴെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു വീക്ക് ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് കൂടുതൽ ചാൻസ്. ഓക്കെ, സോ അതിൻ്റെ മാർക്കറ്റ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു ലിക്വിഡിറ്റി, ഒരു ഈക്വൽ ലോസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി ഒരു ചെറിയൊരു ഈക്വൽ ലോ ഉണ്ടായിരുന്നു, ജസ്റ്റ് മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. അതുപോലെ ഇവിടെ മാർക്കറ്റ് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ലിക്വിഡിറ്റീസ് ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ട്രെൻഡ് ലൈൻ രീതിയിലുള്ള ഒരു ലിക്വിഡിറ്റി കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു ലോ കാണാൻ കഴിയും. സോ ഇവിടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, കണ്ടിന്യൂ എന്നുള്ളതാണ്. ഓക്കെ, സോ ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഓൾറെഡി മാർക്കറ്റ് കൺഫർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെവൽ വരെയുള്ള അല്ലാന്നുണ്ടെങ്കിൽ FVG വരെയുള്ള സെല്ലും അതുപോലെ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അപ് ട്രെൻഡിലേക്കുള്ള കണ്ടിന്യൂഷൻ ബൈയും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു ഫോർവേഡ് ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫോർവേഡ് ടൈം ഫ്രെയിം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ നമ്മൾ ആ ഒരു ഡെയിലി ഫെയർ വാല്യൂ ഗ്യാപ്പിൽ റെസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഒരുപാട് ലിക്വിഡിറ്റീസ് മാർക്കറ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ വൺസ് മാർക്കറ്റ് ഈ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഷോർട്ട്, ഇവിടത്തേക്കുള്ള ഷോർട്ട് നമുക്ക് നോക്കാൻ കഴിയും. അപ്പോൾ മാർക്കറ്റ് ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സപ്ലൈന്ന് ഈ ഒരു ഡിമാൻഡ് വരെയുള്ള ഷോർട്ടും ഇവിടുന്ന് മാർക്കറ്റ് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെവലിൽ നിന്ന് ഒരു ലോങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ലോങ്ങിന്റെ ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഈക്വൽ ഹൈ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നുണ്ടാവും. നമ്മൾ അൾട്ടിമേറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലായിരിക്കും. ഓക്കെ, സോ ഈ ലെവൽ മാർക്കറ്റ് ഈ ഒരു വീക്ക് ടാർഗറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നമുക്ക് യൂറോ USDന്റെ കേസിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി നമുക്ക് അടുത്തായിട്ട് GBP USD കൂടി ജസ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മൾ GBP USD നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സിനാരിയോ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ഒരു 4 hour FVG, ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി FVG തന്നെയാണ്. സോ നമുക്ക് അവിടെ റിഫൈൻ ചെയ്ത് നോക്കുന്ന സമയത്ത് 4 hour ഒന്നും കൂടി ക്ലീൻ ആയിട്ട് ആ ഒരു FVG കാണാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ ഓൾ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുള്ളിഷ് മാനറിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്യാത്തൊരു ഫെയർ വാല്യൂ ഗ്യാപ്പും അതുപോലെ ഇവിടെ എക്സ്ട്രീമിൽ ഒരു ഡിമാൻഡും ഉണ്ട്. സോ നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്തതിനു ശേഷം ഒരു ഫർദർ അപ്സൈഡ് കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആഫ്റ്റർ കൺഫർമേഷന് ശേഷം സോ മാർക്കറ്റ് ഈ ലെവൽ വന്നതിന് ശേഷം ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലെവലിൽ നിന്ന് അപ്സൈഡിലേക്ക് നമുക്ക് ബൈ സൈഡ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഓക്കെ, സോ സെയിം നമ്മൾ USDയിൽ എന്താണോ കണ്ടത് ആ ഒരു സെയിം എക്സ്പെക്ടേഷൻ തന്നെയാണ് നമുക്ക് GBP USDയിലും കാണാൻ കഴിയുന്നത്. സോ നമുക്ക് ഇനി ഇവിടുന്ന് ലോവർ ടൈം ഫ്രെയിമിലെ കൺഫർമേഷൻ പ്രകാരം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ലെവൽസ് നിന്ന് താഴോട്ടേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷോർട്ടും പ്ലാൻ ചെയ്യാൻ പറ്റും ടിൽ ഈ ഒരു ഡിമാൻഡ് വരെ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇന്ന് ജസ്റ്റ് മൺഡേ മാത്രമേ ആയിട്ടുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോപ്പർ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഒരു ഈക്വൽ ഹൈ ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം ഒരു ഈക്വൽ ഹൈസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോപ്പർ ഷിഫ്റ്റ് താഴോട്ടേക്ക് തരിക. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇവിടെ അടുത്തതായിട്ട് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ
ഇവിടെ നമുക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിട്ടുണ്ട്. സോ ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്തെങ്കിലും കൺഫർമേഷൻസ് തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഏരിയയിൽ നിന്ന് ആഫ്റ്റർ ലോവർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം ഈ ഒരു ലോ വരെയൊക്കെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഒരു ഇൻട്രാഡേ ട്രേഡ് എന്നുള്ള രീതിയിൽ ഇന്നോ നാളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഇന്ന് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇന്ന് ന്യൂ സെഷനിലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ട്രേഡ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ എന്ത് ചെയ്യാം, ആഫ്റ്റർ കൺഫർമേഷന് ശേഷം മാത്രം എന്ത് ചെയ്യാം, ഇവിടുന്ന് ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു യൂറോസ്റ്റിൻ്റെയും അതുപോലെ GBP/USD കേസിൽ നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ നമ്മളിവിടെ ഈ ഡിസ്കസ് ചെയ്ത ഈ ഒരു മെത്തേഡിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ അതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഫോം കൊടുക്കുന്നുണ്ട്. സോ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങൾ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.